ഇത് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 സിഗ്നൽ അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഷോപ്പാട്ടത്. അപ്പോൾ ഇവിടെ കുറേ മ്യൂസിക് മിക്സ് ചെയ്യുന്ന മിക്സറൊക്കെ ഉണ്ട് ഇവിടെ. അത് 1300 സ്റ്റാർട്ടിങ് ഇന്ത്യക്ക് പ്രൈസ്. ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു രണ്ടെണ്ണം യമഹേൻ്റെ സംഭവം കേട്ടോ. യമഹേൻ്റെ O3D എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിന് അത്യാവശ്യം മാർക്കറ്റൊക്കെ ഉള്ള സാധനമാണ്. eBayലൊക്കെ വാങ്ങിക്കാണ്ട് 2000 ദിർഹംസൊക്കെ വരുന്നത്. ഇതിന് 1300 ദിർഹംസ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ 1300 എന്ന് പറയുമ്പോൾ നാട്ടിൽ 26,000 30,000-നൊക്കെ അടുത്തുണ്ടാവും ഈ സാധനത്തിന്. നല്ല വെയിറ്റൊക്കെ ഉണ്ട് ഈ ഒരു സാധനത്തിന്. ഇത് 18-19 ചാനലോട്ടം വരുന്നുണ്ട്. 19ഓളം മൈക്ക് എമ്പെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇതും യമഹൻ്റെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് കാണുന്നില്ല. അതേപോലെ ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ ആട്ടോ. അതൊക്കെ യമഹൻ്റെ RX100 ബൈക്ക് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവർ പല ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. അവർ നല്ല ആംപ്ലിഫയറൊക്കെ നിർമ്മിക്കുന്ന ടീമാണ്. അതേപോലെ അവിടെ വേറെ ഒന്നുണ്ട്. ഇതിനും ആ ഒരു റേഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത്. ഇതിൽ കുറേ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റിക്ക് ടെക്നിക്കലായിട്ട് കൂടുതൽ അറിവില്ല. എന്നിരുന്നാലും ഒരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും അത് പുതിയതാണോ പഴയതാണോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഇതും 20 ചാനലോട്ടം വരുന്നുണ്ട് ഇതിൽ. ഇതിൻ്റെയൊക്കെ പ്രൈസ് 1300 തുടങ്ങുന്നത്. 1400 1500 അങ്ങനെയൊക്കെ പോകും ഇതിൻ്റെ റേഞ്ച് കേട്ടോ. അപ്പോൾ വേണ്ട ആൾക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം, ഇവിടെ നിന്ന് നോക്കാം. ഇതൊക്കെയാണ് മിക്സറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. ഇനി ഞാൻ കുറച്ച് ആംപ്ലിഫയറും സ്പീക്കറൊക്കെ കാണിച്ചാൽ ഈ കടയിൽ തന്നെ ആംപ്ലിഫയറൊക്കെ വരുന്നുണ്ട്. ഇതേപോലത്തെ ഇതിനെക്കാട്ട് ചെറുതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പല സൈസിലുള്ള ടൈപ്പ് ഉണ്ട് ഇവിടെ. കുറേ എണ്ണം സെയിലായി പോയി തോന്നുന്നു. ഇത് ഈ കടയിൽ തന്നെയാണ്. ഇവിടെ ആംപ്ലിഫയറും വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള ആംപ്ലിഫയർ ഉണ്ട് ഇവരുടെ അടുത്ത്. സ്പീക്കർ നല്ല സ്പീക്കർ ഉണ്ടെങ്കിൽ ആംപ്ലിഫയർ വേണമെങ്കിൽ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇവിടെ വലിയൊരു സാധനമുണ്ട്. പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ കാണാതെ പഴയ മോഡലും പുതിയ മോഡലൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ ചൈനൻ്റെയും അതേപോലെ ജപ്പാൻ്റെയും ഒക്കെ ഒറിജിനൽ സംഭവങ്ങളുണ്ട്. അത് നോക്കി വാങ്ങിക്കണം. ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ചാനലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകണം. അപ്പോൾ വാങ്ങിച്ച് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു തിരിച്ചെടുക്കുമെന്നൊന്നും അറിയില്ല. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് സംഭവങ്ങളുണ്ട്. അതൊക്കെ ആംപ്ലിഫയറാണ്. അതിവിടെ ഹോം തിയേറ്ററും ഉണ്ട് ഇവിടെ. ഹർമൻകടൻ്റെ സംഭവമാണ്. JBL ഒരു ഹോം തിയേറ്ററൊക്കെ ഉണ്ട് അവിടെ കൊടുക്കാൻ. JBLൻ്റെ അടിപൊളിയായിട്ട് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ പല ടൈപ്പിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടോ. ഈ കാണുന്ന ഫുൾ ആംപ്ലിഫയറുകളാണ്. എത്ര വാട്സിൻ്റെ ഒന്നും അറിയില്ല. പല വാട്സിൻ്റെ ആംപ്ലിഫയറുകളുണ്ട് ഇവിടെ. ഈ കാണുന്നതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ജപ്പാനിൽ ഡയറക്റ്റ് വരുന്ന സംഭവങ്ങളാണ്. അപൂർവമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടുവരുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഷാർജയിലും ദുബായിലൊക്കെ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ. അതുപോലെ ഈ ഒരു സാധനത്തിന് 700 ദിർഹംസൊക്കെയാണ് റേഞ്ച് വരുന്നത്. ഈ ഒരു ആംപ്ലിഫയറുണ്ട്. ചിലത് അതുപോലെ തന്നെ ഇവിടെ കുറേ സ്പീക്കറിന് കേട്ടോ. സ്പീക്കർ 3-way സ്പീക്കറിന് സിസ്റ്റം ഉണ്ട്. അതിൽ 2 സ്പീക്കറിന് വരുന്നത് 350 ദിർഹംസ് കേട്ടോ. 350 ദിർഹംസിൽ പറയുന്നത് ഈ ഒരു സ്പീക്കറിൻ്റെ പ്രൈസ്. ഇവിടെ തന്നെ കുറേ സ്പീക്കറുകളും അവൈലബിൾ ആട്ടോ. അതൊക്കെ 3-way സ്പീക്കറാണ്. പഴയ ക്ലാസിക് ടൈപ്പ് സംഭവങ്ങളാണിത്. കെൻവുഡും അതേപോലെ സോണിൻ്റെയൊക്കെ സ്പീക്കർ വരുന്നുണ്ട്. ഒക്കെ 3-way സ്പീക്കറുകളാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 2 പീസിനും കൂടെ 15 കിലോ ഒക്കെ വരുന്നുണ്ട് വെയിറ്റ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് കൊറിയറൊക്കെ അയക്കുക. ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ വർക്കിങ്ങിൻ്റെ പെർഫെക്ഷനൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. കാരണം അത് ഒറിജിനൽ സംഭവങ്ങൾ. അതൊക്കെ ജപ്പാൻ്റെ ഒറിജിനൽ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയഫ്രും അതേപോലെ ഇതിൻ്റെ കോയിലൊക്കെ പക്ക സംഭവിക്കും. ഇപ്പോൾ വരുന്ന പോലെ തന്നെ ലോക്കൽ സാധനങ്ങളാവില്ല. പക്ക കോപ്പറിൻ്റെ വയറിങ്ങും അതേപോലെ ഗോൾഡ് പ്ലേറ്റുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ചില ട്യൂട്ടറിൻ്റെ അകത്തൊക്കെ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വോയിസിൻ്റെ പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെയുള്ള മോഡലിനൊക്കെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ സ്പീക്കറിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഓരോ സ്പീക്കറിന് മേലെ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസും അതിൻ്റെ ഓംസും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു സ്പീക്കർ ഒരു സെറ്റിന് വരുന്നത് 350 ദിർഹംസ് എന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ പൈസ കുറച്ചിട്ടൊക്കെ തരും അവർ. 15 കിലോ വരും ഒരു 2 കൂടെ. നല്ല ക്വാളിറ്റിയുള്ള മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി സംഭവങ്ങളാട്ടോ അതൊക്കെ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പ് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ലൊക്കേഷൻ എവിടെയും ശരിക്കും നമ്മൾ മറന്നു. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിലുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കുറേ ആംപ്ലിഫയർ ഉണ്ട് പല ടൈപ്പിലുള്ള.
അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക. ക്ലാസിക് സാധനം ആയതുകൊണ്ട് ഒന്നുകൂടി ഈ ആക്യുറസി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒന്നുകൂടി പെർഫെക്ഷനൊക്കെ ഉണ്ടാവും. ഇവിടെ യമഹേൻ്റെ ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഇതിന് 700 ദിർഹംസാണ് പറയുന്നത്. നാട്ടിലെ 15,000 റുപ്യ ആ റേഞ്ചിൽ വരും, 16,000. ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോറിൻ്റെ അകത്തുള്ളത്. ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും അതേപോലെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചൊക്കെ അവിടെ വരുന്നുണ്ട്. നല്ല സ്റ്റീലിൻ്റെ ഫിനിഷിങ് ആട്ടോ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ. എനിക്ക് വന്ന് 10-20 വർഷം എന്തായാലും പഴക്കമുണ്ടാവും ഈ ഒരു ആംപ്ലിഫയർ. ഇത് കണ്ടാൽ തന്നെ അത് പഴയ ഒരു ക്ലാസിക് ടൈപ്പിലുള്ളത്. നല്ല ഒരു ബോക്സി ടൈപ്പാണിത്. ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് നോക്കൂ ഈ ഒരു സംഭവം. അത്രയും വലുപ്പത്തിലുണ്ട്. ഇതിൻ്റെ അകത്ത് വലിയൊരു ട്രാൻസ്ഫോമറോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ സൈഡിലൊരു മരത്തിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പാർട്ട് നമ്പറൊക്കെ ഇവിടെ ഉണ്ട്. ഗൂഗിളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. ഇതിൻ്റെ കപ്പാസിറ്റി സംഭവങ്ങളൊക്കെ ഗൂഗിളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ലേശം വില കുറവുണ്ട് കേട്ടോ. വേറെ സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ കുറേ സ്റ്റോക്ക് ഉണ്ട് ഇവരുടെ അടുത്ത് സംഭവങ്ങൾ. ഇതിന് മേലെ എഴുതിയിട്ടുണ്ട് പ്യൂർ സൗണ്ട് ക്വാളിറ്റി അങ്ങനെ എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോൾബി സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് വീട്ടിൽ. അതേപോലെ ഇവിടെ ഇതൊരു പഴയ ക്ലാസിക് സ്പീക്കറാണ്. നല്ല ഡയഫ്രണ്ട് ഇത്തരത്തിലുള്ള ഇവിടെ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പീക്കറിൻ്റെ വോയിസും ക്രമീകരിക്കാൻ സാധിക്കും. അതിൻ്റെ മേലെ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കുറേ സ്പീക്കർ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊരു ആംപ്ലിഫയറും പല ടൈപ്പിലുള്ള ആംപ്ലിഫയർ ഇവിടെ കാണാം. അത് വേറെ എന്തൊക്കെയോ ടൈപ്പാണ്. നല്ല മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് പാട്ട് കേട്ട ആൾക്കാരും അതേപോലെ തന്നെ പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരും അതേപോലെ ആംപ്ലിഫയർ എന്താണെന്ന് അറിയുന്ന ആൾക്കാരും സ്പീക്കർ എന്താണെന്ന് അറിയുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ പിന്നാലെ പോകുള്ളൂ. അല്ലാത്ത ആൾക്കാർ ഈ മരപ്പെട്ടിൻ്റെ വിധത്തിൽ പോകില്ല. പുതിയ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് മരപ്പെട്ടി എന്നാണ് പറയുന്നത്. ഈ മരപ്പെട്ടി വീട്ടിൽ കൊണ്ടുവച്ചാൽ തന്നെ വീട്ടിലുള്ള ആൾക്കാരെ പറയും എടുത്ത് വലിച്ചെറിയാനൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഈ സ്പീക്കറുകളൊക്കെ വെറുതെ അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ആരും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മളെ ചാനലിൽ ഫോളോവേഴ്സ് കുറവാണ്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. ഇതിൽ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. അതിൻ്റെ പാർട്ട് നമ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കട്ടോ.